വെൽക്കം ബാക്ക്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണോ, ഫേസിൽ ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും ഒക്കെ നിരന്തരം വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് അടിപൊളി പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയാം, ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ബോഡി ലോഷൻ, ബോഡി വാഷ്, അങ്ങനെയുള്ള കുറച്ച് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ ഏതാണെന്ന് പറഞ്ഞു തരുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് അറിയാമേ നമ്മുടെ സ്കിന്നിൽ എന്തോരം ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടാലും അധിക നേരത്തിന് അത് ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ പ്രൊഡക്ഷനെ ഒന്ന് കുറയ്ക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്കിൻ കെയർ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങി എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ്. എന്നെ പോലെ കുറച്ച് ഡസ്കി ആയിട്ടുള്ള കുറച്ച് ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ഫെയർ ആവുക എന്നുള്ളതല്ല നമ്മുടെ കൺസേൺ. നമ്മുടെ കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് കുറച്ച് ക്ലിയർ ആയിട്ടിരിക്കുക, ഈ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒന്നും ഇല്ലാതെ കുറച്ച് ക്ലിയർ ആയിട്ടിരുന്നാൽ തന്നെ ആശ്വാസം, അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് സ്കിൻ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ മാറി മാറി യൂസ് ചെയ്ത് അങ്ങനെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് എനിക്ക് പേടിയാണ്. അപ്പം എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ എന്റെ സിസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇഷ്ടമാണ്, ആൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർ, അപ്പം എന്റെ സിസ്റ്റർ ആണെങ്കിൽ എന്നോട് പറയും, ഈ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്നത് നിനക്ക് അടിപൊളിയായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തരുന്ന പ്രോഡക്ട്സ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നിങ്ങളൊരു എമൗണ്ട് മുടക്കുന്നുണ്ടെങ്കിൽ അതിന് വർത്തായിരിക്കും. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി ഫേസ് വാഷ് പരിചയപ്പെടുത്താവേ. പ്ലമ്മിന്റെ റൈസ് വാട്ടറും നിയാസനമൈഡും കൂടെ ഉള്ള ഫേസ് വാഷ് ആണ് ഇത്. ഉപയോഗിക്കുന്നവരുണ്ടാകും, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ആണ് ഇത് കേട്ടോ. ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഏറ്റവും വർക്ക് ആയതുമായിട്ടുള്ള ഫേസ് വാഷ് ആണിത്. എന്താ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണ ഇത് യൂസ് ചെയ്യുന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ഇവർ എഴുതിയേക്കുന്നത്. ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് അടിപൊളിയാണ്. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അടിപൊളി സാധനം. നിങ്ങളുടെ ഇത് ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക്, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് നമ്മുടെ ഈ ഫേസിലെ ഓയിൽ പ്രൊഡക്ഷൻ ഈ ജെൽ ടൈപ്പ് ആണെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഇത് കേട്ടോ. ലാക്മിയുടെ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ലാക്മിയുടെ പീച്ച് മിൽക്കും വിറ്റമിൻ ഇയും കൂടെ ഉള്ള ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ് ഇത്. ഇതും അടിപൊളി സാധനം കേട്ടോ. ഞാൻ പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ ഇല്ലേ, അത് ഞാൻ കുറെ നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് തേക്കുമ്പോൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ പിമ്പിൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ചാൽ പിന്നെ എനിക്ക് പിമ്പിൾസ് അങ്ങനെ വന്നിട്ടേ ഇല്ല. ഞാനിത് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ചെറിയൊരു ഇതാണ് വാങ്ങി നോക്കിയത്. ഇനി വാങ്ങിയിട്ട് നമുക്ക് ചേർത്തില്ലെങ്കിൽ ഉപയോഗിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. എനിക്ക് തോന്നിയിട്ട് ഒരു 65 rupees ഒക്കെ ഉള്ളു ഇതിന്. ഇതിന്റെ വലിയ പാക്ക് വന്നിട്ട് ഒരു 200, 250 ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഓക്കെ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് നമുക്കൊരു സൺസ്ക്രീൻ നോക്കാവേ. ഞാനും സൺസ്ക്രീനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സൺസ്ക്രീനും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. കാരണം എനിക്കറിയത്തില്ല, സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫേസിൽ ഉറപ്പായിട്ടും പിമ്പിൾ വരും. മാറി മാറി ഉപയോഗിച്ചേക്കുന്ന ഒരേ ഒരു സാധനം ഈ സൺസ്ക്രീൻ ആണെന്ന് തോന്നുന്നത്. എനിക്കറിയത്തില്ല, അത് ഞാൻ എപ്പോൾ ഉപയോഗിച്ചാലും എനിക്ക് ഫേസിൽ പിമ്പിൾ വരും. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനും ഞാൻ തമ്മിൽ അത്ര സെറ്റ് ആവാറില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ പിന്നെ എനിക്ക് ഉപയോഗിച്ച് തോന്നി, ഓ അടിപൊളി, ഇത് കൊള്ളാലോ എന്നെനിക്ക് തോന്നിയ ഒരു സൺസ്ക്രീൻ ആണിത്. ഡേം ഡോക്കിന്റെ അൾട്രാലൈറ്റ് സൺസ്ക്രീൻ ആണിത്. ഇതിന്റെ ബാക്കി വലിയ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് ആണ്. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഇത് ഇടുമ്പം ഫേസ് ഇതൊരു ക്രീം ടൈപ്പ് ആണ് കേട്ടോ. പക്ഷെ എനിക്ക് നമ്മൾ ആ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഇത് ഇടുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഓയിൽ പ്രൊഡക്ഷൻ അധികം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതൊരു 15 secondsനുള്ളിൽ ഇത് അബ്സോർബ് ആയി പോകും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതും ഒരു 250 ആണ് കേട്ടോ. ഇതിന്റെ റേഞ്ചും 250 ആണ്. ഞാൻ 250ക്കാണ് ഇത് വാങ്ങിയത്. അടുത്ത നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ബോഡി ലോഷൻ പറഞ്ഞുതരാവേ. എന്റെ ഫേസ് ഓയിലി ആണെങ്കിലും എന്റെ കൈയും കാലൊക്കെ ഡ്രൈ ആണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവരുണ്ടോ? നിങ്ങളുടേത് അങ്ങനെയാണോ? അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ടൈമിൽ, ഇപ്പൊ കുറച്ച് തണുപ്പുള്ള ടൈമാണല്ലോ, ഈ ഒരു ടൈമിൽ എനിക്ക് ബോഡി ലോഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. എന്താണെന്നല്ല, ഭയങ്കരമായിട്ട് കൈയും കാലെല്ലാം ഡ്രൈ ആവുക. അപ്പോൾ പുറത്തൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ബോഡി ലോഷൻ ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ബോഡി ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്ലിന്റെ ആണ്. വാസ്ലിന്റെ അത്യാവശ്യം എല്ലാ ബോഡി ലോഷനും തന്നെ നല്ലപോലെ മോയ്സ്ചറൈസേഷൻ കിട്ടുന്ന ബോഡി ലോഷൻസ് ആണ്. കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഇതൊക്കെ. ഞാൻ എടുത്തേക്കുന്നത് കൊക്കോ ബട്ടറിന്റെ ആണ്. ഒരിക്കലും തോന്നുന്നു ഇതിന്റെ ഒരു പ്രൈസ് വന്നിട്ട് 200 ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. 200 ml 200 ആണ് കേട്ടോ ഇതിന് പ്രൈസ് വന്നിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു അടിപൊളി ബോഡി ലോഷൻ ഒക്കെ വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്റെ ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ, കുറച്ച് നല്ലപോലെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്.
അടുത്ത നിങ്ങൾക്ക് ഒരു അടിപൊളി ബോഡി വാഷ് ആണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഷോൾഡറില് പുറത്തൊക്കെ പിമ്പിളൊക്കെ വരുന്നവരാണ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ബോഡി വാഷ് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ബാക്കിൽ ആക്നി വരുന്നത് അതൊരു വലിയ പ്രശ്നമാണ്. ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് പറ്റിയൊരു പ്രോഡക്റ്റ് ഏതാ നിങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് സാധനം വാങ്ങിയത്. നിങ്ങൾ ഒരുപാട് പേര് പരസ്യത്തിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫോക്സ്റ്റൈലിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണിത്. ഇത് അടിപൊളി സാധനമാണ്. ഞാൻ ഇതിപ്പം കുറച്ച് നാളായിട്ടുള്ള ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇതിനൊരു സ്മെല്ലുണ്ട്. എന്ത് അടിപൊളി സ്മെല്ലാണെന്ന് അറിയാം. നമ്മളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലിൻ്റെത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കുണ്ടാവുന്ന പിമ്പിൾസ്, അതായത് എൻ്റെ ഷോൾഡറിലും പുറത്തൊക്കെ ഉണ്ടാവുന്ന പിമ്പിൾസ് നല്ലപോലെ കുറഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ 2% സൈസിലിക് ആസിഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 300. ഇത് ഞാൻ 300 റുപ്പീസിനാണ് ഇത് വാങ്ങിയത്. വെർത്താണ് കേട്ടോ. 300 റുപ്പീസിനുള്ളതുണ്ട് ഇത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന എന്റെ സ്കിൻ കെയർ ഐറ്റംസ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്കും റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടാവുമല്ലോ, അപ്പൊ എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തില്ല എന്ന് ഞാൻ ഓർത്തു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ നൈറ്റിൽ ഞാൻ അങ്ങനെ നൈറ്റ് ക്രീംസ് ഒന്നും യൂസ് ചെയ്യത്തില്ല. നേരത്തെ എന്ന് പറഞ്ഞാലും എന്റെ മോയ്സ്ചറൈസർ ഏതെങ്കിലും തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് തൊട്ടാണ് ബേബി ക്രീംസിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഇത് സെബാബെഡിന്റെ ആണ്. അടിപൊളി സാധനമുണ്ട്. ഇത് ഫേസിൽ ഇടുമ്പോഴത്തേക്കും കുറച്ച് ഓയിലിയാണ്, കുറച്ച് ഇങ്ങനെ ഓയിലായിട്ട് ഇരിക്കും. പക്ഷേ എങ്കിൽ പിമ്പിൾ ഒന്നും വരില്ല. ബേബീസിന്റെ ആയതുകൊണ്ട് കുറച്ച് സെക്യൂർ ആണല്ലോ ഈ ഐറ്റംസ് ഒക്കെ. ഇത് തന്നെ ഉപയോഗിക്കണം എന്നില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു 200-250 ആ ഒരു വിലയാന്ന് തോന്നുന്നു. ഈ 50 ml തന്നെ. ഏതെങ്കിലും ഒരു ബേബി ക്രീം ഒക്കെ ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടോ. എനിക്ക് തോന്നിയ കാര്യമാണ്. കുറച്ച് ലൈറ്റ് ആണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ആണെങ്കിലും ഉപയോഗിച്ചാൽ മതി. നല്ല പ്രോഡക്റ്റ് ഒക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്കാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അടിപൊളിയായിട്ട് വർക്കായി. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഷെയർ ചെയ്തതെന്ന്. ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തന്ന ഈ അടുത്ത കാലത്ത് ഞാൻ ഉപയോഗിച്ച ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫേസിൽ അങ്ങനെ പിമ്പിൾ വരുന്നില്ലാത്തൊരു സമയമില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ ഫേസിൽ അങ്ങനെ പിമ്പിളൊന്നും വരുന്നില്ല. ഭാഗ്യം. അങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന ആളില്ലേ അയക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പൊ ലൈക്ക് ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.